ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ 1.5 months ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി, ബാക്ക് ടു നോർമൽ. നമ്മൾ ഓഫ്ലൈൻ മോഡിലോട്ട് പോയിട്ടുണ്ട്. ആ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം നമുക്ക് വർക്ക് ലോഡ് കൂടുതലായിരുന്നു കേട്ടോ. ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, കണ്ടിന്യൂസ് നമ്മൾ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ സിറ്റുവേഷനൊക്കെ ഒന്ന് ഓക്കെ ആയെന്ന് കണ്ടപ്പോൾ നമ്മൾ ഒരു വീക്കെൻഡ് പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടി ഒന്ന് ഡേ ഔട്ട് പോവാമെന്ന്. ആക്ച്വലി ഈ ഡേ ഔട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ, പുറത്തോട്ട് അധികം ഇറങ്ങാത്തത് കൊണ്ട് ആരെയും കാണുന്നില്ല, ഫ്രണ്ട്സിനെ കാണുന്നില്ല. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കിട്ടിയൊരു റിലീഫ് ഉണ്ടല്ലോ, അത് മച്ച് നീഡഡ് ആയിരുന്നു. നമ്മളെല്ലാവരും കൂടി ഡിസൈഡ് ചെയ്തത് മെഗാമോളായിരുന്നു. അന്ന് റെയിൻ പ്രഡിക്ഷൻ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈസി ആക്സസിബിൾ ആയിട്ടുള്ളത് മെഗാമോളായിരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓപ്റ്റ് ചെയ്തു. പിന്നെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മൾബറീസിൽ പോയിട്ടോ. മൾബറീസിൽ ആക്ച്വലി അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. സ്നേഹ അപ്പോൾ അവിടെ നിന്നൊരു സൽവാർ സെലക്ട് ചെയ്തിട്ട് ഈവനിങ് ഹസ്ബൻഡുമായിട്ട് പോയിട്ട് മേടിച്ചു. നല്ലതായിരുന്നു കളക്ഷൻസൊക്കെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല കൊളീഗ്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഇടയ്ക്ക് മിസ് ലവ്ലി പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇല്ലേ ഇവിടെ, വിഷമിക്കണ്ട. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ പറയാൻ കുറച്ച് പേര് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലേ. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ സമയം കൊണ്ട് പോയി ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. തിരിച്ച് വന്നിട്ട് നമ്മൾ ഡേയ്സോയിൽ കയറി. ഡേയ്സോയിൽ ആക്ച്വലി റീസണബിളായിട്ട് കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും എടുക്കാതെ ഇറങ്ങാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമ്മളെ അട്രാക്റ്റ് ചെയ്യും. നല്ല കുട്ടി ഹോം ഡെക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു മിറർ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ റീൽസൊക്കെ എടുത്തു. ആ റീൽസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ ചെക്ക് ചെയ്താൽ മതി. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലീസ് ടു ചെക്ക് ഔട്ട്. അങ്ങനെ റീൽസൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലേ ആൻഡ് സിപ്പിൽ പോയി. അവിടുത്തെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് ഒരു കോഫിയൊക്കെ സിപ്പ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.